Hi all, welcome to JLearn. I am Jairam. അപ്പോൾ നമ്മളുടെ കാത്തിരുന്ന ജൂൺ നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ മീൻസ് നമ്മുടെ സൈറ്റ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിന്റെ ബേസിക് ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നോക്കൂ, 16 ഏപ്രിലിനാണ് ഓപ്പൺ ആയിട്ടുള്ളത്. 7 മെയ് വരെ ഉണ്ട്. സാധാരണ ഉള്ള പോലെ ഒരു മാസമില്ല, 7 മെയ് വരെയാണുള്ളത്. കാരണം ജൂൺ 21-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ജൂൺ 21 തൊട്ട് ജൂൺ 30 വരെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ കൃത്യം നമുക്ക് 2 മാസവും ഒരാഴ്ചയും കൂടെയൊക്കെ നമുക്ക് കൂടുതലായിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഈ വീഡിയോൻ്റെ തമ്പനയിൽ എന്താണ്, 2 മാസം കൊണ്ട് ഞാൻ നേടിയതാണ്. അത് ഞാൻ കള്ളമായിട്ട് പറഞ്ഞതല്ല, സത്യമാണ്. ഞാൻ PG സെക്കൻഡ് സെമിസ്റ്ററിന് പഠിക്കുന്ന സമയത്താണ് ഞാൻ നെറ്റ് പാസ്സാവുന്നത്. ഓക്കെ, എൻ്റെ ഡിഗ്രി സബ്ജക്റ്റ് ആയിരുന്നില്ല എൻ്റെ PG സബ്ജക്റ്റ്. എന്നിട്ടും എനിക്ക് എന്താണ്, PG സെക്കൻഡ് സെമിസ്റ്റർ പഠിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെയാണ് ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള നെറ്റ് ഫാക്കൽറ്റികളായാലും നെറ്റ് സ്ഥാപനം നടത്തുന്ന കോച്ചിങ് സെന്റേഴ്സിലുള്ളവർ ആയാലും ഒക്കെ പാസ്സാകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, മൾട്ടിപ്പിൾ സബ്ജക്റ്റിൽ നെറ്റ് നേടുന്ന ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും, എൻ്റെ തന്നെ സ്റ്റുഡൻസ് പറയാറുണ്ട്, സാറേ ചിലരൊക്കെ നെറ്റ് പലതവണ വാങ്ങുന്നു, അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ നെറ്റ് വാങ്ങുന്നു, മൾട്ടിപ്പിൾ നെറ്റ് വിന്നേഴ്സ് ആവുന്നു, പക്ഷേ എനിക്ക് ഒരു നെറ്റ് പോലും കിട്ടുന്നില്ല. എനിക്കൊരു നെറ്റ് കിട്ടിയാൽ എനിക്കൊരു ജോലിയിൽ കയറായിരുന്നു, എനിക്കൊരു അധ്യാപകനാകായിരുന്നു, അല്ലെങ്കിൽ അധ്യാപിക ആകായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യം, ഇതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് പാസ്സായത്. കാരണം നമ്മൾ ഈ ഒരു എക്സാമിന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കാര്യം ഇതൊരു PG സിലബസ്, എൻറ്റയർ PG സിലബസിനേക്കാൾ വലിയൊരു സിലബസ് ആണ് സബ്ജക്ട് പേപ്പറിൽ വരുന്നത്. അതിൻ്റെ ഒപ്പം ജനറൽ പേപ്പർ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആവും അല്ലേ, അത്രയും വലിയൊരു സബ്ജക്റ്റ് ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും, ജനറൽ പേപ്പറിൽ എനിക്ക് കുറച്ച് പോരായ്മകളുണ്ട്, മാത്സിൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ എഴുതണ്ട, അടുത്ത തവണ എഴുതാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് എങ്കിൽ ഈ 2 മാസം മതി നമുക്ക് ക്ലിയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട സൈറ്റ് ഏതാണ്, ugcnet.nta.ac.in. ഈ സൈറ്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇവിടെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ അയക്കേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം, വെരി ഈസി. ഓക്കെ, സോ പൈസ എന്ന് പറയുന്നത് 1180 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1750 രൂപ കൊടുത്തിട്ടാണ് ജനറൽ കാറ്റഗറി എഴുതേണ്ടത്. SC/ST, ജനറൽ, EWS, OBC ഒക്കെ 600 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പൈസ മുടക്കിയിട്ട് തന്നെയാണ് എഴുതുന്നത്. ആരായാലും അത്രയും രൂപ മുടക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ പൈസ മുടക്കി എഴുതുന്നതാണ് എന്നതുകൊണ്ട് പഠിച്ചിട്ട് തന്നെ എഴുതുക. 2 മാസം മതി. 2 മാസം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജിയിലേക്ക് വരാം. എങ്ങനെയാണ് നമുക്ക് 2 മാസം അല്ലെങ്കിൽ 1 മാസം ബാക്കിയുള്ളപ്പോൾ എങ്ങനെ നമുക്ക് മുഴുവൻ സമയം ഇതിലേക്ക് മാറ്റിവെച്ച് നെറ്റ് ഉറപ്പിക്കാം എന്ന കാര്യത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ എന്താണ്, അത് യൂസ്ഫുൾ ആണ്. നെറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, 4 ചോയ്സ് ഉണ്ട്. ആ ചോയ്സിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ എന്താണ്, ഒരു എസ്സേ എഴുതുന്ന പോലെ നിങ്ങൾക്ക് എഴുതണ്ട. PG സിലബസ് ആണ്. PG നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതിയത്, PG നിങ്ങൾ എഴുതിയതൊക്കെ എസ്സേ, വലിയ എസ്സേകൾ എഴുതിയിട്ടാണ് നിങ്ങൾ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത്. ഈ എക്സാമിലേക്ക് വരുമ്പോൾ എന്താണ്, MCQ ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു എസ്സേ എഴുതേണ്ട ആഴത്തിലുള്ള പഠിപ്പ് നിങ്ങൾക്ക് ഈ എക്സാമിന് ആവശ്യമില്ല. ഓക്കെ, ഒരു എസ്സേ എഴുതേണ്ട ആഴത്തിലുള്ള പഠിപ്പ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ആവശ്യമില്ല. ആഴത്തേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്, പരപ്പിലുള്ള കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന വൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വേണ്ടത്. വിഡ്ത്ത്, ഓക്കെ, വിഡ്ത്ത് ആണ് നമുക്ക് വേണ്ടത്, ഡെപ്ത് അല്ല. സബ്ജക്റ്റിലെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് അല്ല നമുക്ക് വേണ്ടത്, വിഡ്ത്ത് ആണ് വേണ്ടത്, ഡെപ്ത് അല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, വൈഡ് ആയിട്ടുള്ള നമ്മൾ 1 വേർഡ് പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് ഈ എക്സാമിനെ സമീപിക്കേണ്ടത്. ഇങ്ങനെയാണോ എക്സാം നടത്തേണ്ടത് എന്നുള്ള വേറെ ചോദ്യം. അത് നമ്മൾ പാസ്സായിട്ട് നമുക്ക് ആ കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. നെറ്റാണോ നമ്മൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ട ഏറ്റവും നല്ല മാനദണ്ഡം എന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നെറ്റ് കിട്ടിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നെറ്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പലരും പറയും, നമ്മളൊരു PG സിലബസ് നമ്മൾ എസ്സേ ടൈപ്പിൽ പഠിക്കുന്നു, എന്നിട്ട് എഴുതുന്ന ഒരു MCQ ആണ്, ഇതിലെന്താണ് ലോജിക് ഉള്ളതെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്കത് കിട്ടിയേ തീരൂ. ഇതുണ്ടെങ്കിലേ നമുക്കിപ്പോൾ പുതിയ നിയമം എന്താണ്, പ്രൈവറ്റ് കോളേജിലായാലും സെൽഫ് ഫിനാൻസിങ് കോളേജിലായാലും നമുക്ക് നെറ്റ് ഉള്ളവർക്ക് മാത്രമേ അവിടെ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള പുതിയ ഓർഡറൊക്കെ വന്നു. അപ്പം നെറ്റ് വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, വിഡ്ത്ത് ആണ് വേണ്ടത്.
കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാം. ഒരു എൻറ്റയർ PG സിലബസിനേക്കാൾ കൂടുതലുണ്ട് നെറ്റിൻ്റെ സിലബസ് അല്ലേ. നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും, വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. വീക്ക് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിട്ടിൽ ഫോക്കസ് ചെയ്യുക. ഡെപ്ത് അറിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് അറിയില്ല എന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വിട്ടിൽ പഠിക്കൂ, നിങ്ങൾ വൈഡായിട്ട് പഠിക്കൂ, വൺ വേർഡുകൾ പഠിക്കൂ. കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരും. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇൻ എ ഫീൽഡ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളൊരു ഏരിയ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണ്, നെഗറ്റീവ് മാർക്സ് ഉണ്ടോ? നെഗറ്റീവ് മാർക്സ് ഇല്ല. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ആ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ പേപ്പറിൽ പലരും പറയും സബ്ജക്ട് പേപ്പർ ആണ് ഇമ്പോർട്ടൻ്റ്. 200 മാർക്ക് ഉണ്ടല്ലോ, 100 മാർക്കല്ലേ ഉള്ളൂ. 100 മാർക്ക് എന്ന് പറയുന്നത് 1/3 മാർക്സ് ആണ്. 1/3 അല്ലേ. 1/3 എന്ന് പറയുന്നത് 33.3% മാർക്കും ഇരിക്കുന്നത് എവിടെയാണ്, ജനറൽ പേപ്പറിലാണ്. ജനറൽ പേപ്പറിൽ 33.3% ഉണ്ട്. സബ്ജക്ട് പേപ്പർ നിങ്ങൾ PG ഒക്കെ പഠിക്കുന്നല്ലേ, മിക്കവരും എന്താണ് 5 കൊല്ലം പഠിക്കുന്നതാണ് അല്ലേ. 2-3 കൊല്ലം BA അല്ലെങ്കിൽ BSc പഠിക്കുന്നു, BCom പഠിക്കുന്നു, അല്ലെങ്കിൽ BBA എന്തെങ്കിലും പഠിക്കുന്നു, 2 കൊല്ലം നിങ്ങൾ PGയും പഠിക്കുന്നു. മൊത്തം 5 കൊല്ലം പഠിച്ച കാര്യമാണ് നിങ്ങൾക്ക് എന്തുള്ളത്, സബ്ജക്ട് പേപ്പറിൽ വരുന്നത്. ജനറൽ പേപ്പറിലെ പല ടോപ്പിക്സും നിങ്ങൾ പണ്ടേ പഠിച്ച് മറന്നുപോയ കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് മാത്സ് വരുന്നുണ്ട്, 20 മാർക്സിന് മാത്സ് വരുന്നുണ്ട്. 20 മാർക്സ് എന്തൊക്കെയുണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, മാത്സ് ഉണ്ട്. ആ മാത്സിൽ വരുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പലരും പറയുന്നതാണ്, ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം മാത്സ് തൊട്ടിട്ടില്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരുന്നു, മാത്സ് ഒന്നും ഞാൻ തൊട്ടിട്ടില്ല. പക്ഷേ ഇതിൽ വരുന്ന മാത്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 6ാം ക്ലാസ് 7ാം ക്ലാസ് ലെവലിലുള്ള മാത്സിലേ വരുന്നുള്ളൂ. ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, റേഷ്യോ, പെർസെൻറ്റേജ്, ഇതല്ലാണ്ടൊന്നും വരുന്നില്ല. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. മാത്സ് മൊത്തം 20 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കട്ട് ഓഫ്. പലരും കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാണ്ടാണ് എക്സാമിൽ പോകുന്നത്. കട്ട് ഓഫിനെ പറ്റി നല്ല ധാരണ വേണം. ഈ ലാസ്റ്റ് എക്സാം, അതായത് ഡിസംബർ 2024 നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു, കാറ്റഗറി വൈസ് കട്ട് ഓഫ്, അതുപോലെ തന്നെ PhD എലിജിബിലിറ്റിക്കുള്ള കട്ട് ഓഫ്, അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള കട്ട് ഓഫ്, JRFനുള്ള കട്ട് ഓഫ്, ഇതൊക്കെ ഓരോ കാറ്റഗറിക്കും എത്ര മാർക്കാണെന്ന് UGC പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉള്ള കാര്യം തന്നെ എത്ര പേർക്കറിയാം? അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഡോക്യുമെൻ്റ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, വാട്സാപ്പ് ചെയ്താൽ മതി, ഞാൻ ആ ഡോക്യുമെൻ്റ് അയച്ചു തരാം. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മാർക്കിന് ഞാൻ എയിം ചെയ്ത് പഠിക്കണം. കാരണം ഓരോ വിഷയത്തിനും ഓരോ കട്ട് ഓഫ് ആണ്. ഓരോ വിഷയത്തിനും ഓരോ കട്ട് ഓഫ് വരാൻ കാരണം എന്താ, കട്ട് ഓഫ് തീരുമാനിക്കുന്നത് നെറ്റ് കിട്ടാൻ 6% പേർക്ക് സെറ്റ് ചെയ്യണം, JRF കിട്ടാൻ 1% പേർക്ക് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. 100 പേര് എഴുതുകയാണെങ്കിൽ 6 പേർക്ക് എന്ത് കിട്ടുള്ളൂ, നെറ്റ് കിട്ടുള്ളൂ. അതിൽ തന്നെ പല കാറ്റഗറികളെയും ഉൾപ്പെടുത്തുകയും വേണം അല്ലേ. 1% ആണ് JRF കിട്ടുള്ളൂ, അതിലും പല കാറ്റഗറി ഉൾപ്പെടുത്തണം. അപ്പോൾ കാറ്റഗറി വൈസ് കട്ട് ഓഫ് വരുന്നു. എത്ര പേര് എഴുതുന്നു എന്നതിനനുസരിച്ച് ഓരോ വിഷയത്തിൻ്റെയും കട്ട് ഓഫ് വരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് എഴുതുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹോം സയൻസ് എഴുതുന്നത് അത്രയും പേരുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് എന്താണ്, കട്ട് ഓഫ് മാറും. എഴുതുന്ന ആൾക്കാരുടെ തന്നെ കോമ്പറ്റീഷൻ കൂടും, എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് പഠിക്കണം, എന്ത് ലെവലിൽ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കട്ട് ഓഫ് ആണ്. 300 ആണ് മാർക്ക് എന്നറിയാലോ. 100 + 200 ആണ് മാർക്ക് വരുന്നത് 100 ജനറൽ പേപ്പറിൽ. ഇപ്പോൾ കൊമേഴ്സിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കട്ട് ഓഫ് ഇപ്പോൾ 180 ആണെന്ന് വിചാരിച്ചോ ജനറൽ കാറ്റഗറിക്ക് നെറ്റ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ 180 കിട്ടാനായിട്ട് എൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം, അല്ലെങ്കിൽ 180 നിങ്ങൾക്കൊരു JRF ആണ് എയിം ചെയ്യുന്നതെങ്കിൽ ഒരു 200 അല്ലെങ്കിൽ 206 ഔട്ട് ഓഫ് 300 ആണെന്ന് വിചാരിക്കാം ഒരു സബ്ജക്റ്റിന്. അത് കിട്ടാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു 200+ ഒക്കെ നിങ്ങൾക്കൊരു JRF വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ നെറ്റിന് തന്നെ നല്ലൊരു സ്കോർ വരികയാണ് എങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ജനറൽ പേപ്പറിൽ നിങ്ങളൊരു 70+ നിങ്ങൾ ഉറപ്പിക്കണം. 70 മാർക്കിന് മുകളിൽ എനിക്ക് വാങ്ങിയേ തീരൂ. കാരണം 70 വാങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് എത്ര വേണം, പിന്നെ ഇപ്പോൾ 100ലാണ് നമ്മൾ 70 വാങ്ങുന്നത് അല്ലേ. 70ന് മുകളിൽ വാങ്ങുക, ഞാൻ പറയുന്നത് 76 വാങ്ങുക എന്നുള്ളതാണ്. 76 മിനിമം വാങ്ങിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സബ്ജക്ട് പേപ്പറിൽ എത്ര വേണം? ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ആവുന്നത് ഏത് പേപ്പറാണ്? സബ്ജക്ട് പേപ്പറേ ഡിഫിക്കൽട്ട് ആവുള്ളൂ അല്ലേ. കാരണം സബ്ജക്ട് പേപ്പറാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ
എൻ്റയർ PG സിലബസ് വരുന്നത്. ചിലപ്പോൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, നമ്മൾ പഠിക്കാത്തൊരു ഏരിയ എന്നൊക്കെ വരാം. ഓക്കെ, അപ്പം അങ്ങനെ വരുന്നത് സബ്ജക്ട് പേപ്പറാണ്. അപ്പം പോലും നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്ട് പേപ്പറിൽ നമുക്കൊരു 70% മാർക്ക് അല്ലെങ്കിൽ 60% മാർക്ക് വാങ്ങിച്ചൂടെ? 200ന്റെ 60% എന്ന് പറഞ്ഞാൽ 120 ഓക്കെ, അപ്പോൾ 120 + 70 നിങ്ങൾക്ക് അപ്പം തന്നെ എന്ത് കിട്ടും? ഒരു 190+ കിട്ടും. ഇത് 60% വാങ്ങുമ്പോഴുള്ള കാര്യമാണ്. വെറും 60% മാത്രം നമ്മൾ 5 കൊല്ലം പഠിച്ച PG സബ്ജക്റ്റായിട്ട് പഠിച്ച വിഷയത്തിന് 60% നമുക്ക് വാങ്ങാൻ പറ്റുന്നുള്ളൂ എങ്കിൽ പോലും നമുക്കൊരു 190+ കിട്ടുന്ന ഒരു സ്കീമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെയാണ് ഇവിടെ പലർക്കും എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ നെറ്റ് ഒക്കെ കിട്ടുന്നത്. മൾട്ടിപ്പിൾ നെറ്റ് കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, JRFന് വേണ്ടി ശ്രമിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടുന്നില്ല, JRFിലേക്ക് എത്താൻ പറ്റുന്നില്ല, വീണ്ടും നെറ്റ് കിട്ടുന്നു. 7 ടൈം നെറ്റ്, 8 ടൈം നെറ്റ് എന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ ജനറൽ പേപ്പർ സ്ട്രോങ് ആയിരിക്കും. ജനറൽ പേപ്പറിൽ 70 above വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്താണ് നെറ്റ് കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ നെറ്റ് ജനറൽ കാറ്റഗറിക്ക് തന്നെ 156 എന്തുമാണ് വരുന്നത്, 156 മതി. അപ്പോൾ നിങ്ങളൊരു 76 ഒക്കെ വാങ്ങുന്ന ആളാണെങ്കിൽ ബാക്കി മിനിമം 40%, 200ൽ 40% വേണമെന്നുണ്ട് അല്ലേ? അപ്പോൾ 40% ആയിട്ടുള്ള 80 മാർക്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നെറ്റ് ഹോൾഡർ ആവും. മിനിമം 40% വാങ്ങണമെന്നുണ്ട് ഓരോ പേപ്പറിലും, എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ അവർ കണക്ക് കൂട്ടുള്ളൂ. അപ്പോൾ 100ലെ 40% എന്ന് പറഞ്ഞാൽ 40 മാർക്ക്, 200ലെ 40% എന്ന് പറഞ്ഞാൽ 80 മാർക്ക്. അപ്പോൾ 80 പ്ലസ് ഒരു 70, 76 ഒക്കെ വാങ്ങുന്ന ആൾക്ക് എന്ത് കിട്ടി? ആൾക്ക് നെറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ 180 എന്നൊക്കെ ഉള്ളത് ഒരു ഉയർന്ന കട്ട് ഓഫ് ആണ്. പല സബ്ജക്റ്റിനും എന്താണ് 160. ഇപ്പോൾ 180 തന്നെ ജനറൽ കാറ്റഗറിക്ക് വരുമ്പോൾ OBCക്ക് ചിലപ്പോൾ 162 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫീൽഡിൽ ഉള്ള കോമ്പറ്റീഷൻ എന്താണ്? ഇംഗ്ലീഷിൻ്റെ കോമ്പറ്റീഷൻ അല്ല കമ്പ്യൂട്ടർ സയൻസിന്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബുദ്ധിമുട്ടല്ല ഇംഗ്ലീഷിന്, ആ ബുദ്ധിമുട്ടല്ല കൊമേഴ്സിന്, മാനേജ്മെൻറ്റിന്. അപ്പോൾ കട്ട് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കട്ട് ഓഫിൻ്റെ ഡോക്യുമെൻറ്റിലേക്ക് നമുക്കിനി പോകാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. സോ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, അതായത് 2 മാസം കഴിഞ്ഞ് നടക്കുന്ന ജൂൺ 21 തുടങ്ങുന്ന എക്സാമിന് വേണ്ട ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രാഷ് ബാച്ച് ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് മാത്രമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്താണ് ഈ എക്സാമിലേക്ക് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരാം, നമുക്ക് അടുത്ത എക്സാമിലേക്കൊക്കെ പോകാം. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് ഈ എക്സാമിൽ ക്രാഷ് ബാച്ച് ആയിട്ട് നമുക്കുള്ളത് കൊമേഴ്സ് മാനേജ്മെൻറ്റ് ജനറൽ പേപ്പർ ഉണ്ട്. ആർക്കും ജനറൽ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ 76 നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഈസിയാണ്. എനിക്ക് ആദ്യത്തെ ഒരു എക്സാമിൽ എനിക്ക് 78 കിട്ടി ജനറൽ പേപ്പറിന്. അതുകൊണ്ടാണ് എനിക്ക് ബേസിക്കലി നെറ്റ് കിട്ടിയത്. അല്ലാതെ സെക്കൻഡ് സെമിസ്റ്ററിൽ പുതിയൊരു PG സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, നെറ്റ് അല്ലാണ്ട് കിട്ടില്ല. ഓക്കെ, എനിക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ കിട്ടി. സെക്കൻഡ് സെമിസ്റ്ററിൽ കിട്ടാനുള്ള കാരണം ജനറൽ പേപ്പറിൽ എനിക്ക് അത്രയും മാർക്ക് കിട്ടി. അത് ഞാൻ മാത്സിൽ അത്രയും ബ്രില്യൻ്റ് കൊണ്ടൊന്നുമല്ല, മാത്സിലൊക്കെ ഒരു ആവറേജ് ആയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് ആ ഒരു മാർക്ക് കിട്ടാനുള്ള കാരണം ഞാൻ ജനറൽ പേപ്പർ ഒന്ന് ബേസിക് ആയിട്ടൊന്ന് നോക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിലെനിക്ക് 76 കിട്ടി. പിന്നെ എനിക്ക് കുറച്ച് മാർക്ക് മതിയായിരുന്നു, എന്താണ് ഒരു ഈ പറഞ്ഞ പോലെ ഒരു 60-70% മാർക്ക് മതിയായിരുന്നു നെറ്റ് JRFിലേക്ക് എത്താനായിട്ട്. കാരണം 3rd സെമിസ്റ്ററും 4th സെമിസ്റ്ററും ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, എന്നിട്ട് പോലും നമുക്ക് നെറ്റ് കിട്ടി എന്നുള്ളതാണ്. അത് നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ജനറൽ പേപ്പറാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്, ഹോം സയൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉള്ള ബാച്ചുകളാണ്. നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലെയോ സ്ക്രോളിലെയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇത് ഒരു സിലബസ് ആൻഡ് PYQs ആണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ വിട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സബ്ജക്റ്റ് നിങ്ങൾ വൈഡായിട്ട് കവർ ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. വൈഡായിട്ട് കവർ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ടെക്സ്റ്റ് മാത്രമല്ല പറ്റുക, എന്താണ് ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഓപ്ഷനിൽ നിന്ന് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓരോ ഓപ്ഷനിൽ നിന്നും നമുക്ക് ആ ഓപ്ഷൻ എന്താണ് എന്ന് വീണ്ടും നമ്മൾ നോക്കുക. അപ്പം അങ്ങനെ വിട്ട് നമ്മൾ കൂട്ടുക, പരപ്പിലുള്ള പഠനമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് എന്നുള്ള ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ആ ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. UGC കട്ട് ഓഫ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. NTA UGC തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓർ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, സോ നോക്കൂ, ഇത് UGC നെറ്റ് എക്സാമിനേഷൻ December 2024 ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് പബ്ലിഷ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്താണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് അറിഞ്ഞിട്ട് പഠിക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ ഒരു ലക്ഷ്യമില്ലാണ്ട് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ്, ഇതാണ് എൻ്റെ എയിം, അതിനെക്കാട്ടിലും ഒരു 10 മാർക്ക് കൂടുതൽ വാങ്ങണം, എന്നാലേ എനിക്ക് നെറ്റോ JRFോ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന മൈൻഡ് സെറ്റ് പഠിക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കിവിടെ എന്തുണ്ട്, ഈ കട്ട് ഓഫ് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പുറകിലാണെങ്കിൽ മെൻറ്റർ പറയും,
നിങ്ങൾ നെറ്റ് കിട്ടാനായിട്ടില്ല, നിങ്ങൾ JRF കിട്ടാനായിട്ടില്ല, നിങ്ങൾ ഈ ഏരിയയിൽ കൂടി ഒന്ന് ഫോക്കസ് ചെയ്യൂ. അതിൽ വരുന്ന മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നില്ല, ആ ഏരിയയും കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ 10 മാർക്ക് മുന്നിലെത്താൻ പറ്റുള്ളൂ എന്ന കാര്യം പറഞ്ഞു തരാൻ മെൻറ്റർ ഉണ്ടാവും. നമ്മളിവിടെ ഈ ഒരു കട്ട് ഓഫ് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് എക്കണോമിക്സ് എടുക്കാം. എല്ലാ വിഷയത്തിൻ്റെ എന്തുണ്ട്, കട്ട് ഓഫ് മാർക്കുകളുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിന് വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്ന കട്ട് ഓഫ് 206 ആണ് വരുന്നത്. അത്ര കാൻഡിഡേറ്റ്സ് പാസ്സായി എന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ, ഇത് JRFൻ്റെ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസറിന് വരുന്നത് എന്താണ്, 180 ആണ് വരുന്നത്. 180. PhD ഓൺലി ആണെങ്കിലോ 156 ആണ് വരുന്നത്. അത് തന്നെ OBCക്ക് വരുമ്പോൾ JRFനാണെങ്കിൽ 192, നെറ്റിനാണെങ്കിൽ 162, PhD ഓൺലി ആണെങ്കിൽ 142 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിനെയും കിട്ടും. താഴേക്ക് പോയാൽ മതി. എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് കഴിഞ്ഞാൽ ഫിലോസഫി ഉണ്ട്. ഫിലോസഫിയൊക്കെ വരുന്നത് എത്രയാണ്, അൺറിസർവ്ഡിന് വരുന്നത് 210 ആണ് JRF കിട്ടാൻ, 184 ആണ് നെറ്റ് കിട്ടാൻ. ഓൾറൈറ്റ്, താഴേക്ക് പോയി കഴിഞ്ഞാൽ സൈക്കോളജി വരുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റും വരുന്നുണ്ട്. സോഷ്യോളജി, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, ലാംഗ്വേജസ് ഉള്ള 100-110 വിഷയങ്ങൾക്കോ മറ്റോ ഉണ്ടല്ലോ നെറ്റ്. എല്ലാത്തിനുമുള്ള കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, നിങ്ങളുടെ കാറ്റഗറിയിൽ കട്ട് ഓഫ് എത്ര വരുന്നു, ഓരോ സെക്ഷനും JRFനും നെറ്റിനും PhD ഓൺലിക്കും ഒക്കെ എത്ര വരുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഗൈഡൻസ് വേണം. ഈ 2 മാസം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഇട്ട് തന്ന്, മോക്ക് ടെസ്റ്റ് ഇട്ട് തന്ന്, നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം എത്രയാണെന്ന് നിങ്ങളോട് പറഞ്ഞ് എവിടെയാണ് ഡ്രോബാക്ക് എന്ന് വെച്ചാൽ അത് പരിഹരിച്ച് നമുക്ക് ഈ 2 മാസം കൊണ്ട് തന്നെ നെറ്റ് ഉറപ്പിക്കാനായിട്ടുള്ള മെൻറ്റേഴ്സും കോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാ അപ്ഡേറ്റുകളും. ഓക്കെ, പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് കട്ട് ഓഫിനൊരു ഡോക്യുമെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപ്ഡേറ്റുകളൊക്കെ തരാനായിട്ട് ഈ ചാനൽ എന്നും ഉണ്ടാവും. നെറ്റ് മാത്രമല്ല, കേറ്ററ്റ്, സെറ്റ്, സീറ്ററ്റ്, LP UP പോലെ എല്ലാ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, അതുപോലെ തന്നെ ഗസ്റ്റ് ലെക്ചർഷിപ്പിൻ്റെ ആണെങ്കിലും ഒഴിവുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ അറിയുന്നത് വളരെ നല്ലതാണ്. നിങ്ങളിപ്പോൾ നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപക്ഷെ PhDക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു 6-7 മാസത്തെ ടൈം ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് എവിടെയെങ്കിലും പോകാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വേക്കൻസികളെ പറ്റിയിട്ടൊക്കെയുള്ള അറിയിപ്പുകൾ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതിലും നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേയിലേക്ക് വക്കരുത്. എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, സെർവർ ഹാങ് ആവും എന്നുള്ളൊരു കാര്യം അല്ലേ. സോ സീ യു അഗെയിൻ.